ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു അവൽപുട്ട് ഉണ്ടാക്കാം. സ്വീറ്റ് ആയിട്ടും ഉണ്ടാക്കാം, അത് സാൾട്ട് ആയിട്ടും ഉണ്ടാക്കാം. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്വീറ്റ് ആയിട്ടാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത് പറഞ്ഞു തരാമേ. ഇത്രയും ഐറ്റമാണ് വേണ്ടത്. അവൽ വേണം, 2 കപ്പ് അവലാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, കുറച്ച് എള്ള്, പിന്നെ ശർക്കരപ്പൊടി, പിന്നെ നെയ്യ്, തേങ്ങ ചിരണ്ടിയത്. ഇത്ര ഐറ്റം മതി. ഇത് ഇത്രയും മധുരം വേണ്ടെങ്കിൽ ഈ മധുരത്തിൻ്റെ ഐറ്റങ്ങളൊന്നും വേണ്ടാന്ന് വെച്ചാൽ മതി. ബാക്കി ഇത്രയും കൊണ്ട് നമുക്ക് ചെയ്യാം. ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാമേ. 2 കപ്പ് അവല് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി. ഒത്തിരി പൊടിയരുത്, ചെറുതായിട്ട് ക്രഷ് ചെയ്യാൻ മോളെ. ഇത് കുറച്ച് കട്ടിയുള്ള അവലാണെങ്കിൽ കുറച്ചുകൂടി നല്ല. ഇത് ഇച്ചിരി കട്ടിയുള്ള ചുമന്ന അവലാട്ടോ, അതിനാ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ. പിന്നെ വെളുത്ത അവലും കൊണ്ടും ചെയ്യാം. ഇതാവുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട്. ഇതിനിപ്പോൾ തരിതരിപ്പായിട്ട് ഒത്തിരി പൊടിക്കാതെ, നൈസാക്കരുത്, തരിതരിപ്പായിട്ട് പൊടിച്ചു കൊണ്ടുവരാമേ. എന്നിട്ട് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതേ കണ്ടീഷനിലാണ് പൊടിച്ചത്. കാരണം ചെറിയ തരിതരിപ്പായിട്ട്, ഒത്തിരി ഇങ്ങനെ പൊടിയാവരുത്, ഭസ്മം പോലെ പൊടിയാവരുത്. ഇനി ഇത് നമുക്ക് ആവിയിൽ പുഴുങ്ങാനുള്ളത്. ഇത് പുട്ട് പുഴുങ്ങുന്ന മാതിരി തന്നെ ആവിയിൽ പുഴുങ്ങാനുള്ളത്. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ്, കുറച്ച് ഉപ്പിട്ട് ഒന്ന് നനച്ചെടുക്കണം. അത് ശരിക്കും ഒന്ന് നമ്മൾ പുട്ടിന് നനയ്ക്കുന്ന മാതിരി തന്നെ നനച്ചെടുത്താൽ മതി. ചെറിയ ചൂടുവെള്ളമാണ്. കൈ കൊണ്ട് ശരിക്കും ഇങ്ങനെ നനയ്ക്കണമായിരിക്കും നല്ല, അല്ലെങ്കിൽ ഇത് വെള്ളം ഒഴിക്കുമ്പോൾ കൂടിപ്പോവും. കൈ ആവുമ്പോൾ കറക്റ്റ് വരും. കുറച്ച് വെള്ളം മതി, ഒരു 2 സ്പൂൺ വെള്ളം വേണ്ടി വന്നുള്ളൂ. അപ്പോഴത്തേക്കും 2 ടേബിൾ സ്പൂൺ വെള്ളം. അപ്പോഴത്തേക്കും നന്നായിട്ട് നനഞ്ഞ് കിട്ടി. പുട്ടിൻ്റെ പരുവം തന്നെ, നമ്മൾ സാധാ പുട്ടുണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ. ഇനി ഇത് ആവിയിലാണ് പുഴുങ്ങിയെടുക്കണേ. ഇനി നമുക്കിത് ആവിയിൽ പുഴുങ്ങാനെടുക്കാമേ. ഇതിനി ആവിയിൽ പുട്ടുണ്ടാക്കണ മാതിരി തന്നെ, പുട്ടിൻ്റെ ചിരട്ടപ്പുട്ടിൻ്റെ ഇതിനകത്താണ് ഞാൻ ചെയ്യുന്നത്. ഒന്നിച്ചേ ചെയ്യാം, അപ്പം ഇതിലാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് കുക്കറിൻ്റെ മുകളിൽ ആവി കയറ്റി ഉണ്ടാക്കാം. ഓക്കെ, ഇനി ആവി വന്നിട്ട് നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിക്കാം. നന്നായിട്ട് ആവി വന്നു. ഇനി നമുക്കത് എടുക്കാമേ. നല്ലതായിട്ട് ആവി വരണം, എന്നാലും അത് നന്നായിട്ട് വേവത്തുള്ളൂ. അതിനധികം ആവി വേണ്ട, പെട്ടെന്ന് ആവി വരും. എന്നാലും നന്നായിട്ട് ആവി ആയാലും അതിൻ്റെ കുറച്ചുകൂടി ടേസ്റ്റ്. അത് എടുക്കാമേ. ഇത് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ നെയ്യാണ്. ഇനി എള്ള്, 1 സ്പൂൺ എള്ളും കൂടെ, 1 സ്പൂൺ ആക്കി.
മിക്സ് ചെയ്യണത്. പുട്ടുണ്ടാക്കി വെച്ചതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാമേ. അത് ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാപ്പീര, പിന്നെ കുറച്ച് ശർക്കര. മധുരം ഉള്ളവർക്ക് ശർക്കര ഇട്ടാൽ മതി, അല്ലെങ്കിൽ പഞ്ചസാര ഇഷ്ടമുള്ള ഇടാം. പിന്നെ മധുരം വേണ്ടാത്തവർക്ക് ശർക്കര ഇടണ്ട. നമ്മൾ വറുത്ത് വെച്ച മുന്തിരിങ്ങ ഇതെല്ലാം അങ്ങനെ ഇതാണ് നമ്മളുണ്ടാക്കിയ അവൽപുട്ട്. ഇതിൻ്റെ ടേസ്റ്റ് ചെയ്താണെങ്കിൽ 4 മണിക്ക് കഴിക്കാൻ ഏറ്റവും നല്ലത്. കാരണം കുറച്ച് മധുരം ഉള്ളതുകൊണ്ട് 4 മണിക്ക് ചായക്ക് കൂട്ടി കഴിക്കാൻ നല്ലതാണ്. പിന്നെ ഈ നട്ട്സൊക്കെ ഒന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ്. അവൽപുട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം, നല്ല എളുപ്പമുള്ളതാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ, നല്ലതാണ്, എളുപ്പ വഴിയില്ല. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. സ്കൂൾ വിട്ട് വരുന്ന പിള്ളേർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ അവൽ വിളയിച്ചല്ലേ ഉണ്ടാക്കുന്നത്, അതിലും നല്ലത് ഇതുപോലെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇത് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ഇട്ടാലും നല്ലതാണ്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.